ISLൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ISL സീസൺ വളരെയധികം പ്രതിസന്ധികൾക്കൊടുവിൽ നടത്തപ്പെട്ട ഒരു സീസണായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ തന്നെ മാറി ഇനി വരുവാനായിട്ട് പോകുന്ന ISL സീസണെങ്കിലും മികച്ച രീതിയിൽ നടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇക്കുറി നേരത്തെ തന്നെ കേന്ദ്ര കായിക മന്ത്രാലയം വരെ ഇടപെട്ട ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. നമുക്കറിയാം, ISLൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എന്തുമാത്രം വലുതായെന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതിനെല്ലാം തന്നെ മാറിക്കൊണ്ട് വരുവാനായിട്ട് പോകുന്ന ISL സീസൺ സെപ്റ്റംബർ മാസം തന്നെ ഉണ്ടാവുമെന്നൊരു വാർത്ത നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സെപ്റ്റംബർ മാസം 4-ാം തീയതി ആരംഭിക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് ഇക്കുറി ISL. അതായത് വരുവാനായിട്ട് പോകുന്ന 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഡ്യൂറൻഡ് കപ്പ് നടത്തുമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ISLൽ ഇക്കുറി എല്ലാം പെട്ടെന്നാണ് ISLൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്, ഇനി വരുവാനായിട്ട് പോകുന്ന അടുത്ത 4 വർഷത്തേക്ക് ക്ലബ് ലെഡ് മോഡലിലായിരിക്കും ISL ഉണ്ടാവുക. അതായത് ഇനി ക്ലബ്ബുകളായിരിക്കും ISL അടുത്ത 4 വർഷത്തേക്ക് നടത്തുക. സാധാരണ പ്രീമിയർ ലീഗ് പോലുള്ള വലിയ വലിയ പ്രൊഫഷണൽ ലീഗുകൾ പോലെ ISLും ആ ഒരു ലെവലിലേക്ക് മാറുകയാണ് അടുത്ത 4 വർഷത്തേക്ക്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ക്ലബ്ബുകൾ ഒരു ക്ലബ്ബ് 1 കോടി 10 ലക്ഷം രൂപ അത് വെച്ച് ഫെഡറേഷന് നൽകുകയും അങ്ങനെ ഫെഡറേഷന് ഒരു വർഷം ഏതാണ്ട് 15 കോടി രൂപയോളം അടുത്ത് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്കീമാണിത്. ഇതിലൂടെ ക്ലബ്ബുകൾക്ക് നടത്തുമ്പോൾ ക്ലബ്ബുകൾക്ക് അവരുടേതായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നതിനുമുപരി ഫെഡറേഷനും കുഴപ്പമില്ലാത്ത തരത്തിലാണ് ഈ ഒരു റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നടക്കുവാനായിട്ട് പോകുന്നത്.